ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരും സേഫായിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് മഴയും അതുപോലെ വെള്ളമൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിലൊക്കെ ഹസ്ബൻഡ് വീട്ടിലൊക്കെ ഓൾറെഡി അകത്തൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല സേഫായിട്ട് തന്നെ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിന്തുമോളുടെ ഒരു ഡെയിലി റൊട്ടീനാണ് ചെയ്തിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഇല്ല. ഒരു നോർമലായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചായിട്ടൊന്നുമില്ല. എന്നിരുന്നാലും കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചേച്ചി അപ്പോൾ നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ചെറിയ രീതിയിലൊക്കെ ഞങ്ങളതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാക്സിമം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന് മാക്സിമം ഞാൻ അതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹലോ ഗൈസ്, നമ്മുടെ ചിന്തുമോള് എണീറ്റ് കിടക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ചായ വേണമെന്ന് പറഞ്ഞപ്പോൾ ചായ കൊണ്ടു കൊടുക്കുകയാണ്. ഇന്നലെ നൈറ്റ് നല്ല ചുമയുണ്ടായിരുന്നു, അതുപോലെ മൂക്കടപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് കൊരിക്കിനൊരു സുഖമില്ലാത്ത ആൾ ചായ ഡെയിലി അങ്ങനെ കുടിക്കുന്ന ശീലമൊന്നും ഇല്ല. അപ്പോൾ ഇന്ന് മാത്രം ആൾ ജസ്റ്റ് ചോദിച്ചു, അപ്പോൾ ഞാൻ കൊടുത്തു. അങ്ങനെ ആൾ എണീറ്റു, പല്ലൊക്കെ തേക്കാനുള്ള പരിപാടിയിലാണ്. പ്രാർത്ഥിച്ചൊക്കെ എണീറ്റ് കഴിഞ്ഞിട്ട് രാവിലെ തന്നെ ഇവിടെ ടി വി വയ്ക്കും. അച്ഛൻ ജോലിക്ക് പോകുന്നതിന് മുന്നേ ടി വി വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ ശബ്ദം കേട്ടിട്ടാണ് ഞങ്ങൾ എണീക്കുക. ന്യൂസ് വെച്ചിട്ടുണ്ടാവും. അങ്ങനെ അനിയൻ എണീറ്റിരിക്കുന്നുണ്ട് അവിടെ. മിന്നൂസ് എണീറ്റു. അങ്ങനെ പിന്നെ ചായ കുടിക്കാനായിട്ട് ദോശ ഉണ്ടായിരുന്നു. എന്നാലും ആൾക്ക് എന്തെങ്കിലും വറവ് വേണമെന്ന് പറഞ്ഞാൽ എടുത്തു. പിന്നെ വീണ്ടും ആൾ ദോശ തന്നെ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ആൾ മുട്ട ദോശയൊക്കെ കഴിച്ച് സെറ്റായി, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങളും എൻ്റെ നേരത്തെ തന്നെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞു, ഫുഡിങ്ങൊക്കെ കഴിഞ്ഞു. എന്നാലും ചിന്തുമോളുടെ കൂടെ ഇരിക്കണം അവൾ, അല്ലെങ്കിൽ സമ്മതിക്കില്ല. അവളുടെ കൂടെ ഇരുന്നാലാണ് അവൾ കഴിക്കുള്ളൂ. അങ്ങനെ ഇന്നിപ്പോൾ മെയിനായിട്ട് കണ്ണൻ്റെ റൂം ഒന്ന് ഒതുക്കലാണ്, ക്ലീനിങ്ങാണ്. മൊത്തത്തിലാകെ എന്താ പറയുക, മെസ്സായിട്ട് കിടക്കുകയാണ് മൊത്തത്തിൽ. അവൻ നന്നായിട്ട് ക്ലീനായിട്ട് ആൾ നോക്കാറുണ്ട്. പക്ഷേ കട്ടിലൊക്കെ ഇട്ടിരുന്ന ഇതൊക്കെയും കമ്പ്യൂട്ടറൊക്കെ ഇരിക്കുന്നതൊക്കെ ആകെ ഇതായിട്ട്. അപ്പോൾ ഫുള്ള് ഞങ്ങൾ ക്ലീനിങ്ങിൻ്റെ കലാപരിപാടികളാണ് ഇതൊക്കെ. മൊത്തത്തിലൊന്ന് ചേഞ്ച് ചെയ്തു. കാരണം ഇപ്പോൾ അമ്മയും കൂടി ഇല്ലാത്ത കാരണം കൊണ്ട് എന്താ പറയുക, നമ്മൾ വിചാരിച്ച രീതിയിലൊന്നും ക്ലീനിങ് നടക്കില്ല. എന്നിരുന്നാലും അപ്പോൾ ഞാൻ വരുന്ന സമയത്താണ് നല്ല രീതിയിൽ മാക്സിമം ക്ലീനൊക്കെ ചെയ്ത് സെറ്റാക്കി ഇടാറ്. അങ്ങനെ ടീച്ചറും കുട്ടിയായി ഷോളൊക്കെ ചുറ്റി നടക്കുകയാണ്. ഇവിടെ മെയിൻ പരിപാടി ഇവിടെ എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ പരിപാടി ആളുടെ ഷോള് ചുറ്റി ടീച്ചറാവുക, അമ്മയാവുക, അതുപോലെ അങ്ങനെയൊക്കെ ആയിട്ട് ഇലകൾ അടിച്ചു പൊട്ടിക്കലും അങ്ങനത്തെ കലാപരിപാടികളൊക്കെയാണ് ആളുടെ മെയിൻ ഹോബി. പിന്നെ കുക്കിംഗ് സെറ്റ് ഓൾറെഡി എനിക്ക് തോന്നുന്നു ഒരു ഇഷ്ടംപോലെ ഏത് പൂരപ്പറമ്പിൽ പോയാലും ആകെ ഒരു ഐറ്റം മതി, കുക്കിംഗ് സെറ്റ് മതി ആൾക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയുണ്ട് അത്യാവശ്യം കളിപ്പാട്ടങ്ങൾ. അവിടെയും ചേട്ടൻ്റെ വീട്ടിലുണ്ട് ഇഷ്ടം പോലെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനിയനൊക്കെ ഇഷ്ടം പോലെ വാങ്ങിയിട്ട് വരും കളിപ്പാട്ടങ്ങൾ. അതിൽ മെയിൻ ഒരു സെറ്റാണ് കുക്കിംഗ് സെറ്റ്. പിന്നെ മിന്നും കൂട്ടുകാരിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരവിടെ വർത്തമാനം പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് ഓരോ സാധനങ്ങൾ എടുത്തിട്ടാണ് ആളുടെ കുക്കിങ്ങൊക്കെ. ഇപ്പോൾ പച്ചപ്പയറാണ് ഇന്നത്തെ വിഭവം, പച്ചപ്പയർ ഉപ്പേരി. അപ്പോൾ അതിനുള്ള കലാപരിപാടികളാണ് ചിന്തുമോളോടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും ആൾ ഒറ്റയ്ക്ക് തന്നെയാണ് കളിയൊക്കെ. പിന്നെ മാമനും മാമയുടെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യും. മിന്നുമായിട്ട് എപ്പോഴും ഇടിയാണ് ഇവിടെ. പിന്നെ മാമനായിട്ടാണ് കുറച്ചും കൂടി കൂട്ടാൾ. അങ്ങനെ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊട്ടപ്പുറത്തൊക്കെ വെളിച്ചൻ്റെ മാമൻ്റെ ഒക്കെ വീടായതുകൊണ്ട് തന്നെ എല്ലാവരും അവിടെ പിള്ളേരൊക്കെ ഉള്ള കാരണം എല്ലാവരും അങ്ങോട്ടേക്കൊക്കെ കൊണ്ടുപോകും. അങ്ങനെ വൈകുന്നേരമായി. ചിന്തുമോള് കുളിയൊക്കെ കഴിഞ്ഞു.
അച്ചാച്ചൻ വന്നപ്പോൾ ചിക്കൻ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ സെറ്റാക്കി വറക്കാൻ വെച്ചേക്കാണ്. കറി വെക്കുന്നുണ്ട്. ചിന്തുമോള് നോക്കി ചിന്ത ചിക്കൻ കറിക്കുള്ള ഐറ്റംസ് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. ബിരിയാണി ചിക്കൻ ചിക്കൻ കറി ഉണ്ട്. നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചെറിയൊരു ഇന്നത്തെ ഒരു ഡേ നമ്മൾ ചെറിയ രീതിയിലൊന്ന് പകർത്തിയെടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും നല്ല സേഫായിട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്